ഹായ് ഹായ് ഹൃദയപൂർവ്വം കണ്ടു. ഹൃദയപൂർവ്വം മൂവിയുടെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ മൂവിയിലേക്ക് വരുന്ന സമയത്ത് ഒരു സിമ്പിൾ ലൈറ്റ് ഹാർട്ടഡ് മൂവി ആൻഡ് ഫാമിലിയൊക്കെ ആയിട്ട് എന്താ പറയാ കൂളായിട്ട് ചില്ലായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൂവിയാണ്. ഡയറക്റ്റഡ് ബൈ സത്യൻ അന്തിക്കാട്. ആൻഡ് ഈ മൂവി ആക്ച്വലി ഇതിന്റെ റൈറ്റേഴ്സ് എന്ന് പറയുന്ന രണ്ട് പേരുണ്ട് ആക്ച്വലി. ഒന്ന് സോനു ടി പി ആൻഡ് അതർ വൺ ഈസ് അഖിൽ സത്യൻ അന്തിക്കാട്. അപ്പോൾ ആളുടെ മോൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഒരു മീൻസ് കൊളാബറേറ്റ് ചെയ്തിട്ട് വേറെ ആളെ കൂടെ എഴുതിയിട്ടുള്ളത്. ആൻഡ് സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നല്ല ലൈറ്റ് ഹാർട്ടഡ് പടമാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സിനിമകൾക്കും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ഇപ്പോൾ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും സിനിമ വിടുക എല്ലാത്തിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. സിനിമയിലേക്ക് വരുന്ന സമയത്ത് നെഗറ്റീവായി തോന്നിയിട്ടുള്ള കാര്യം ആദ്യം പറഞ്ഞു പോകാം. കാരണം എന്നിട്ട് പോസിറ്റീവ് പറയുമ്പോൾ അതിന്റെ ഒരു ഫ്രഷ്നെസ് വേറെ അല്ലേ. അപ്പൊ നെഗറ്റീവിലേക്ക് വരുന്ന സമയത്ത് ആം, സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പോയിട്ടുള്ള ഒരു പേസ് ഉണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എന്താ പറയാ സ്ട്രെച്ച് ചെയ്ത പോലെ ഫീൽ ചെയ്തു. കുറച്ച് എന്താ എവിടേക്കൊക്കെയോ ഒന്ന് മിസ് ഔട്ട് ആയി പോയ പോലെ പല ഡയലോഗുകളും ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ഫീൽ ഉണ്ടായി. അതേപോലെ തന്നെ എന്താ ഒരു സോങ് ഉണ്ടായിരുന്നു. ആ സോങ് വളരെ എനിക്ക് ഒട്ടും ഞാനിങ്ങനെ ആലോചിക്കരുത് എന്തിനാണ് ആ സോങ് അവിടെ വെച്ചത്. പിന്നെന്തായി ആ സോങ് അവിടെ വെച്ചതിന്റെ ഒരു റീസൺ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. ആൻഡ് ആ സീനിന് തുടർച്ചയായിട്ടുള്ള കുറച്ച് ആ ഒരു 10-15 അല്ലെങ്കിൽ 20 മിനിറ്റ് ഏകദേശം കുറച്ചൊന്ന് റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ച പോലെ ഒരു ഫീൽ വന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ കുഴപ്പങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ പേഴ്സണലി. അതൊറ്റൊരു പ്രശ്നം. അതും ഒരു വലിയ പ്രശ്നമായിട്ട് എടുക്കാൻ മാത്രമൊന്നുമില്ല. ഇതൊരു ഫാമിലി ഫിലിമാണ്. സോ നമ്മളെന്താ ഭയങ്കര ഭയങ്കര വലിയ കോണ്ടന്റ് അല്ലെങ്കിൽ ഭയങ്കര വലിയ പരിപാടിയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പോണേ. വി ജസ്റ്റ് എന്താ പറയാ നമ്മള് തിയേറ്ററിൽ പോണു, സന്തോഷത്തോടെ കാണുന്നു, സന്തോഷത്തോടെ ഇറങ്ങി വരുന്നു. അതാണല്ലോ ഒബ്ജക്റ്റീവ് അങ്ങനത്തെ പടങ്ങളിലെ. ആൻഡ് സത്യനന്ദിക്കാടിന്റെ മൂവീസ് എങ്ങനെയാന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു മൂവിയും വന്നിട്ടുള്ളത്. ആൻഡ് അതില് കുറെ എന്താ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലാലേട്ടൻ വരുന്നു, ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് പോലെ സംഗീത് പ്രതാപ്, സംഗീതൊക്കെ ഉഷാറായി ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ഉഷാറായി ചെയ്തു എന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ സീനിയർ കൊമേഡിയൻസ് അല്ലെങ്കിൽ കോമഡി ആക്ടേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ കൂടെ അതിനേക്കാളും കൂടുതൽ സ്കോർ ചെയ്യുന്ന സംഗീതമായിരുന്നു. ഇപ്പോ ഓരോ ഓരോ ആൾക്കാര് വരുന്ന സമയത്തും സംഗീത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇനി മേ ബി നമ്മള് ഇപ്പൊ സംഗീതത്തിലേക്ക് വരുന്ന സമയത്തും ആള് ബാക്കിയുള്ള പഴയ സിനിമകളിൽ ഇപ്പൊ പ്രേമലു ആവട്ടെ അല്ലെങ്കിൽ റൊമാൻസ് ആവട്ടെ സെയിം കൈൻഡ് ഓഫ് എക്സ്പ്രഷൻസ് ആയിരിക്കും ചിലപ്പോൾ ആളുടെ മുഖത്തൊക്കെ വരുന്നുണ്ടാവുക. പക്ഷെ അത് എന്നാൽ കൂടെ അത് നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു സിനിമയിലേക്ക് നമ്മൾ അതിന്റെ പ്ലേസ്മെന്റും പിന്നെ ലാലേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ സീൻസും ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇപ്പൊ സിനിമ കഴിയാൻ നേരത്ത് ആ ഒരു രണ്ട് ആൾക്കാരുണ്ടല്ലോ, ലാലേട്ടനും സംഗീതും, അവർ രണ്ടുപേരും ആ സ്ക്രീനിൽ നിന്ന് ഓക്കെ സിനിമ കഴിഞ്ഞു ഒരു ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഞാൻ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു പോയി. കാരണം ആ രണ്ടുപേരും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരൊരു കെമിസ്ട്രി, അവരൊരു എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു. അത് അവര് ജീവിക്കണ പോലെ തോന്നി. അത് ഒരു സീനിൽ തന്നെ ലാലേട്ടൻ ശരിക്കുണ്ട് ഒരു ഒരു കോമഡി സീനിൽ. ആൻഡ് അത് ഭയങ്കര നാച്ചുറൽ ആയിരുന്നു. നാച്ചുറൽ പറഞ്ഞാൽ നമ്മള് എങ്ങനെയായിരിക്കും ആ സീനിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക, അതേപോലെ ആളും റിയാക്ട് ചെയ്ത് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ജീവിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ. ആൻഡ് കുറെ പേര് വരും, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് സിനിമയില്. നായികയായിട്ട് മാളവിക ആള് വന്നപ്പോഴും എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വരുന്നു, സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയണു പോണു ആ ഒരു രീതിയിൽ. ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോയിന്റ്. ഈ പറഞ്ഞ പോലെ ഒരു ലാഗിന്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട് എന്നല്ലാണ്ട് ലാഗ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് അങ്ങനെ കേട്ടോ ലാഗ് ഉള്ള പോലെ. പക്ഷെ അതൊരു പ്രശ്നമോ അതൊരു പോരായ്മയായിട്ടൊന്നും പറയാനില്ല ഈ സിനിമയിലേക്ക്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സിനിമ കാണുന്ന സമയത്ത് ഓവറോൾ നോക്കുന്ന സമയത്ത് ഓക്കെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. ഐ മീൻ ഫാമിലി ആയിട്ട് ഇപ്പൊ വീട്ടുകാരുടെ കൂടെയും എന്താ എല്ലാവരുടെ കൂടെയും പോയിട്ട് ഇരുന്ന് സന്തോഷത്തോടെ ചിരിച്ചും കുറച്ച് ചില കാര്യങ്ങളൊക്കെ ചിന്തിപ്പിച്ചും ഇറങ്ങിപ്പോരുന്ന രീതിയിലുള്ള ഒരു സിനിമ. ആൻഡ് ഇതില് കുറെ കുറെ കാര്യങ്ങൾ പറയണ്ട. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആയിട്ടുള്ള ഒരു ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സിനിമയുടെ സോൾ അല്ലെങ്കിൽ സിനിമയുടെ കഥ ഒന്നുമല്ല കേട്ടോ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ലൈഫിൽ നമ്മൾ എത്രത്തോളം ആഹ്, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മളൊന്ന് റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വി ഹാവ് ഗോട്ട് എ ലൈഫ്, വി ഹാവ് ടു ലീവ് ദാറ്റ്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അതിന്റെ കൂടെ പോയിക്കോളും. നമ്മൾ നമുക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്തി നമ്മൾ സന്തോഷിക്കണം എന്നുള്ളത് ഇത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ പറയാ. നമ്മൾ നമ്മുടെ ഹെൽത്തും കാര്യങ്ങളും നോക്കിയിട്ടല്ലേ ബാക്കി കാര്യങ്ങളുള്ളൂ. ആൻഡ് നമുക്ക് കിട്ടിയ ആൾക്കാർ നമ്മൾ ഭയങ്കര എന്താ പറയാ ഹാപ്പി ആയിട്ട് ജീവിക്കുക, ഉള്ള സമയം ആൾക്കാരുടെ കൂടെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുക. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ ഒരു 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 കാര്യങ്ങളും ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അതുകൊണ്ട് തന്നെ ഭയങ്കര സിറ്റ് ബാക്ക് റിലാക്സ്ഡ് അങ്ങനെ ഞാൻ കണ്ട് ഞാൻ കുറെ ചിരിച്ചു.
സത്യം പറഞ്ഞാലോ ഞാൻ കുറേ ചിരിച്ചു. ഫസ്റ്റ് ഹാഫിലൊക്കെ വരുന്ന സമയത്ത് കുറേ പോർഷൻസ് ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് സന്തോഷിക്കാനും ചിരിക്കാനും ഉണ്ടായിരുന്നു. ഞാൻ ചിരിച്ചു, എൻജോയ് ചെയ്തു. ഇത് എഗെയിൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ്. ഞാൻ കണ്ടിട്ട് എന്റെ ഒരു മനസ്സിലാക്കലും എന്റെ ഒരു എന്താ ഇഷ്ടങ്ങളുമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും സിനിമ കാണുക. ഓണമാണ്. കുറേ സിനിമകൾ വേറെയും വരുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും ഈ സിനിമയും കൺസിഡർ ചെയ്യുക ഫാമിലി ആയിട്ട് പോണ സമയത്ത്. കാരണം നിങ്ങൾക്ക് ചിരിക്കാനും അതേപോലെ ആസ്വദിക്കാനും കുറേ കാര്യങ്ങളുണ്ട് സിനിമയിൽ. ആൻഡ് എഗെയിൻ ലാലേട്ടൻ അങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ എന്ത് ഭംഗിയാ. എന്ത് രസാ ക്യൂട്ടാ ലാലേട്ടൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഓരോ എക്സ്പ്രഷൻസും കാര്യങ്ങളും ആവട്ടെ എല്ലാം. സോ ഡു കൺസിഡർ ദിസ് മൂവി ആൻഡ് ഓൾസോ ബാക്കിയുള്ള സിനിമകളും കാണാ. എല്ലാ സിനിമകളും നിങ്ങൾ കാണാ. കണ്ടിട്ട് എന്താ പറയാ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കാരണം ഈ സിനിമയും ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്റെ ഒപ്പീനിയൻ മാത്രമല്ല നിങ്ങളുടെ ഒപ്പീനിയനും ഞാൻ വാല്യൂ ചെയ്യും. അപ്പോൾ നമുക്ക് സംസാരിക്കാം. കമന്റ് ബോക്സ് അതിനാണല്ലോ. കമന്റ് ചെയ്യുക. ആൻഡ് അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടിയിട്ടും അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു. ദാറ്റ്സ് ഇറ്റ്.